ശ്രീ ഷിജു മാനത്താനത്ത്, അതായത് നേവി 2 ദിവസം മുൻപ് തന്നെ പുഴയിൽ തിരച്ചിൽ നടത്തി പറഞ്ഞത് പുഴയുടെ അടിത്തട്ടിലൊന്നും ലോറിയില്ല, ലോറി അവിടേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയുമില്ല എന്നാണ്. ഇന്നിപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ചും GPS ഒക്കെ പറഞ്ഞു വെച്ച ഒരിടം, അവിടെയും ലോറിയില്ല, 98% മണ്ണും മാറ്റി എന്ന് ഭരണകൂടം അറിയിക്കുന്നു. ഇനിയത്തെ പ്രതീക്ഷ എന്താണ്? അത് അവര് അന്ന് അത് അതായത് സ്ഥിരീകരണം പറഞ്ഞിട്ടില്ലല്ലോ. അവര് പറഞ്ഞത് എന്താ വെച്ചാൽ അതിനകത്ത് വ്യതിയാനങ്ങൾ വരാം, കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള വ്യതിയാനങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ കാഴ്ചയ്ക്കും മറ്റും വ്യത്യാസങ്ങൾ വരാം എന്ന് അവരന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നിപ്പോൾ അവിടെ ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ നമ്മളത് തത്സമയം തന്നെ വളരെ സൗകര്യത്തോടു കൂടി കാണിക്കുന്നുണ്ടല്ലോ, വളരെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ടല്ലോ. ശക്തമായ മഴയാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അതിൽ എന്തൊക്കെയാണ് ആ തരംഗത്തിന് വ്യതിയാനം വരുന്നത് അനുസരിച്ചിട്ട് ഇരിക്കും എന്നവർ പറയുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു സ്ഥിരീകരണം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് വളരെ ദയനീയമായ ഭക്ഷണവും കഴിക്കാതെ, അതായത് ഭക്ഷണമൊന്നും കഴിക്കാതെ, വളരെ വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതെ ഇത്രയും ദിവസം പിന്നിടുന്ന സമയത്ത് ഈ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇതിൻ്റെ ഗതിവിഗതികളെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം മാനസികമായിട്ട് വേദന അനുഭവപ്പെടുന്ന, കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ കാണുന്ന പയ്യനാണ്, നമുക്ക് വളരെയധികം പരിചയമുള്ള പയ്യനാണ്, അവൻ വളരെ ചെറുപ്പത്തിലേ കണ്ടുപടുന്ന. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന സമയത്ത് മാനസികമായി തന്നെ വളരെയധികം ഒരു വിഷമം നേരിടുന്നു. കൂടുതലായിട്ട് പറയുവാനോ അതിനെപ്പറ്റി വിശകലനം ചെയ്യുവാനോ കാരണം അവരെ ഫാമിലിയായിട്ട്, കുടുംബമായിട്ട്, അച്ഛനായാലും അമ്മയായാലും ശരി, വളരെയധികം നമുക്ക് പരിചയവും ദിവസവും കാണുന്ന, ദിവസവും 2-3 പ്രാവശ്യം കാണുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശകലനത്തിലേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം കൂടി ഉണ്ട് എന്ന് അവസ്ഥ മനസ്സിലാക്കുന്നു. എങ്കിലും ഈ തുടക്കത്തിൽ ഇപ്പോൾ ഇന്ന് കണ്ട സൗകര്യങ്ങൾ, ഇന്ന് കണ്ട സംവിധാനങ്ങൾ, ഇന്ന് കണ്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത തുടക്കത്തിലേ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോയോ? അങ്ങനെ ഈ സൈന്യം വന്ന ശേഷം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. കാരണം അവിടെ ഈ മണ്ണ് മാന്തുന്ന കാര്യങ്ങൾക്കും അവിടെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾക്കും നിർദ്ദേശം കൊടുക്കുന്ന കാര്യങ്ങൾക്കും ഒക്കെ തന്നെ വളരെയധികം വേഗത കൈവന്നിട്ടുണ്ട് എന്ന് നമ്മൾ നേരിട്ട് കണ്ടു. അപ്പോൾ അത് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തോന്നിപ്പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് മറ്റാരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളിലേക്ക് കൊണ്ടുപോകാനോ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചാൽ തോന്നി എന്ന് തന്നെ പറയേണ്ടി വരും.